വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ആ നിമിഷം എവിടെ നിന്നാണെന്നറിഞ്ഞുകൂടാ, പെട്ടെന്ന് വെള്ളവസ്ത്രം ധരിച്ച് ഉയർത്തിപ്പിടിച്ച കരങ്ങളുമായി വിശ്വസിക്കാനാവാത്ത സൗന്ദര്യത്തോടെ പ്രശോഭിതനായി ഈശോ എന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ മകളെ, നിന്റെ ഹൃദയം എൻ്റെ വിശ്രമസ്ഥലമാണ്, അതെൻ്റെ ആനന്ദമാണ്. പല ആത്മാക്കളും നിഷേധിക്കുന്നതെല്ലാം ഞാനതിൽ കണ്ടെത്തുന്നു. ഇതെന്റെ പ്രതിപുരുഷനോട് പറയുക. ഒരു നിമിഷത്തിന് ശേഷം എനിക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. എന്നാൽ സമാശ്വാസത്തിന്റെ ഒരു സാഗരം തന്നെ എൻ്റെ ആത്മാവിൽ നിറഞ്ഞു. ഈശോയെ, സഹനങ്ങൾക്കോ എതിർപ്പുകൾക്കോ അഗ്നിക്കോ വാളിനോ മരണത്തിന് പോലുമോ എനിക്ക് അങ്ങയോടുള്ള സ്നേഹത്തെ തടസ്സപ്പെടുത്താൻ സാധ്യമല്ലെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഈ വസ്തുക്കളേക്കാൾ ഞാൻ ശക്തിയുള്ളവളാണെന്ന് ഞാൻ അറിയുന്നു. സ്നേഹത്തോട് ഒന്നിനെയും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ദൈവത്തെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന ആത്മാക്കളുടെ ഏറ്റവും ചെറിയ പ്രവൃത്തിക്ക് പോലും അവിടുത്തെ തിരുമുമ്പിൽ വലിയ വിലയുണ്ട്. നവംബർ 5, 1934. ഒരു ദിവസം രാവിലെ ബേക്കറി സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നവർക്ക് വേണ്ടി വാതിൽ തുറക്കേണ്ടത് എന്റെ ചുമതലയായിരുന്നു. ഒരു നിമിഷത്തേക്ക് ചാപ്പലിൽ കയറി ഈശോയെ സന്ദർശിച്ച് ആ ദിവസത്തെ നിയോഗങ്ങൾ ഞാൻ പുതുക്കി. ഈശോയെ, ഇന്ന് എന്റെ എല്ലാ സഹനങ്ങളെയും പരിത്യാഗങ്ങളെയും പ്രാർത്ഥനകളെയും പരിശുദ്ധ പാപ്പയുടെ നിയോഗങ്ങൾക്കും അദ്ദേഹം കരുണയുടെ തിരുനാൾ അംഗീകരിക്കാനും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എന്നാൽ ഈശോയെ, എനിക്ക് ഒരു കാര്യം കൂടി അങ്ങയോട് പറയുവാനുണ്ട്. കരുണയുടെ തിരുനാളിനെ പറ്റി സംസാരിക്കാൻ അങ്ങ് ആവശ്യപ്പെട്ടു. എന്നാൽ അപ്രകാരം ഒരു തിരുനാൾ ഇപ്പോൾ തന്നെയുണ്ടെന്ന് അവർ പറയുന്നത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നെ ഞാൻ ഇതേപ്പറ്റി എന്തിനു പറയണം? ഈശോ എന്നോട് പറഞ്ഞു. ഈ തിരുനാളിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടോ? ഇല്ല. പലപ്പോഴും എൻ്റെ കരുണയെപ്പറ്റി പ്രഘോഷിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പോലും ഇതേപ്പറ്റി അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഉയിർപ്പ് തിരുനാൾ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഈ ചിത്രം ആഘോഷമായി വെഞ്ചരിക്കണമെന്നും പരസ്യ വണക്കത്തിന് വയ്ക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നത്. എല്ലാവരും ഇതേക്കുറിച്ച് അറിയണം. പരിശുദ്ധ പാപ്പയുടെ നിയോഗത്തിനായി ഒരു നവനാൾ നടത്തുക. ഞാൻ നിന്നെ പഠിപ്പിച്ച ദൈവകരുണയോടുള്ള ചെറിയ പ്രാർത്ഥന 33 പ്രാവശ്യം ആവർത്തിച്ചു ചൊല്ലി നവനാൾ നടത്തുക. ഭൂമിയിലെ ഏറ്റവും വലിയ നിധി സഹനമാണ്. അത് ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നു. സഹനത്തിൽ നമ്മുടെ യഥാർത്ഥ സ്നേഹിതനെ നാം കണ്ടെത്തുന്നു.